അപ്പൊ ഞാൻ ആ പേരിനോട് എനിക്കും അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങി. ഞാൻ മോളിൽ നടക്കാണ്, ആരെങ്കിലും വേദ എന്ന് വിളിച്ചാൽ ഞാൻ അപ്പൊ തിരിഞ്ഞു നോക്കും. വേദ എന്ന ക്യാരക്ടറും ആ കുട്ടീന്റെ ഓരോ ക്യൂട്ട്നെസ് അതൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വഴക്കിട്ട് മടുത്തോ? ഇല്ല, നമുക്ക് അതൊരു രസമാണ്. പ്രഷർ കുക്കർ പോലെയാണ് ശരിക്കും ഇയാളെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അങ്ങ് പൊട്ടി വരാനുണ്ട്. ടൈറ്റിൽ കുറെ ലേഡീസ് ഉണ്ടല്ലോ, എല്ലാ ലേഡീസിനും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഡയറക്ടർ സുന്ദേട്ടൻ പറയും ശ്രീകാന്ത് അല്ല ശ്രീകാന്താണ്. അയ്യോ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. അത് ആ സീൻ കണ്ടിട്ട് നമ്മൾ അഭിനയിക്കുന്ന സീരിയലാണെങ്കിൽ പോലും ഈ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അമ്മയമ്മ ഭയങ്കര കൂളാണ്. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഹസ്ബൻഡിനെ കളിയാക്കും, അല്ലാതെ ഇങ്ങനെ കുശുമ്പ് പിടിച്ച് ഇങ്ങനെ മൂലക്കിരുന്ന് അവര് വെളിയിൽ പോണു, അവര് സിനിമ കാണാൻ പോണു, അങ്ങനെ അല്ല. സുരഭി നിർത്താണ്, പുതിയതായിട്ട് വേറൊരാള് വരാൻ പോണൂന്നൊക്കെ. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ഉണ്ടാക്കാൻ കുറെ ആളുകൾ ചിലപ്പോ ഉണ്ടാവും. നിങ്ങളത് ആരാണ് അത് ആ പോസ്റ്റ് എഴുതിയത് ഒന്നും നിങ്ങൾ അന്വേഷിച്ചു? ഇത് ആരാണ് സുരഭിക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് അറിയാമോ? ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആളെ കണക്ട് ചെയ്ത് തരാം. കൊല്ലംകാർക്ക് ഒരു സന്തോഷ വാർത്ത. ലൈറ്റ് വെയ്റ്റിന്റെ റാണിയായ അൻഷുര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് ഇപ്പോ അടൂരും കൊച്ചിയിലും മാത്രമല്ല, കൊല്ലം ചിന്നക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. അനശ്വര ജ്വല്ലേഴ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഹോസ്പിറ്റാലിറ്റി പാർട്ണർ ഹോട്ടൽ ഷുഗർ കൊച്ചിൻ. ഇവന്റ് പാർട്ണർ രാഗ ഇവന്റ്സ്. ഗ്രീൻ പാർട്ണർ ഹാർവിയോര. അപ്പോ ഇന്നത്തെ സുന്ദരിയും സുന്ദരൻ ഞാനുന്റെ എപ്പിസോഡ് ആരാന്നറിയാലോ? മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം നിങ്ങൾക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നല്ല ഭംഗിയായിട്ട് രണ്ടുപേരും വേദവും വിക്രം നല്ല ഒരുങ്ങി സ്ക്രീനിൽ നിങ്ങളെ ഒരുങ്ങി കാണാറേ ഇല്ല. വളരെ നാച്ചുറൽ ആയിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഇവര് രണ്ടുപേരും നമ്മുടെ വിഷുവിന്റെ രീതിയിൽ നല്ല ഭംഗിയായിട്ട് വേഷമൊക്കെ നല്ല സുന്ദരി ആയിട്ട് സുന്ദരനായിട്ട് വന്നിരിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് വിഷു പരിപാടി? വിഷു പരിപാടി എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും വിഷു. അപ്പോ നമ്മളുടെ സീരിയൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ വിഷു ആണ്. അപ്പൊ നിങ്ങക്ക് സെറ്റിലൊക്കെ അതിന്റെ സ്പെഷ്യൽ ട്രീറ്റും കാര്യങ്ങളും വിഷു ആഘോഷവും ഒക്കെ ഉണ്ടായിരുന്നോ? വിഷു എപ്പിസോഡ് അതെപ്പോഴും സീരിയലിന്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പൊ. അപ്പൊ അത് നമ്മുടെ സീരിയലില് ഒരു വിഷുവിന് അറിയാൻ പറ്റും. നമ്മുടെ കഥയുടെ ഭാഗമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് വിഷു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീരിയലില് അതായത് റിയൽ ലൈഫിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണ്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വേദയുടെ റിയൽ ലൈഫിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആയിരിക്കില്ലേ? രണ്ടാമത്തെ വിഷു ആണ് ഇത്. മാർച്ച് 25 ആയിരുന്നു എന്റെ കല്യാണം. അപ്പോ കറക്റ്റ് ആയിട്ട് അപ്പൊ എന്റെ രണ്ടാമത്തെ വിഷു ആണ്. ഓക്കെ ശരി. വേദവും വിക്രം തമ്മിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ, നമ്മുടെ വീട്ടിലെ സ്ക്രീനിൽ മോണിറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോണ്ടിരിക്കുന്നത് കാണാനാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടം. നിങ്ങൾക്ക് വഴക്കിട്ട് മടുത്തോ? ഇല്ല, നമുക്ക് അതൊരു രസമാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ അത് ഭയങ്കര ആ ഒരു അദ്ദേഹം പറയുന്നതിന്റെ ആ തീരുന്നതിന്റെ അവിടെ ഞാൻ കൗണ്ടർ അടിക്കണം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യും, അഭിനയിക്കുകയും ചെയ്യുമ്പോ നല്ല എന്റർടൈനിങ് ആണ്. ആ സമയത്ത് എന്റർടൈനിങ് ആണ്. ബിക്കോസ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ഇംപ്രവൈസ് ചെയ്യണം, അതൊക്കെ നമ്മള് ആ സമയത്ത് അവിടെ നിന്നോണ്ടാ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ അത് ഓഡിയൻസ് അത്രയ്ക്കും എൻജോയ് ചെയ്യുന്ന. പിന്നെ ഓഡിയൻസിന് ശരിക്കും ഞങ്ങളുടെ ഫൈറ്റാ. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യുന്നൊക്കെ കാണാം, അയ്യോ ഇവര് പെട്ടെന്ന് ഒന്നിക്കാതിരുന്നാ മതിയായിരുന്നു, ഇത് ഒന്നിച്ചു കഴിഞ്ഞാൽ ഫൈറ്റ് കാണാൻ പറ്റില്ല. അപ്പൊ ആളുകൾക്ക് ഇത് ഇഷ്ടമുണ്ട്. ഇപ്പൊ ഇനി അത് മടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലെന്ത് മാറ്റം കൊണ്ടുവരാൻ റിപ്പീറ്റ് ആകാതെ. അത് ഗിരീഷ് ചേട്ടനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഗിരീഷ് കുമാർ, അതേപോലെ സുനിൽ കാര്യമായിട്ടാണ് ഡയറക്ടർ. അപ്പൊ അവരത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ അതിനത് അവര് മേക്ക് ചെയ്തെടുക്കുന്ന അവരുടെ കൂടെ ക്രെഡിറ്റ് ആണ്. ഓക്കെ. അല്ല എപ്പോഴും എനിക്കിപ്പം വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ചിരിച്ച് ഇങ്ങനെ നിക്കാം. മറ്റൊരു ചിരിയെ കാണാനില്ലല്ലോ, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസാണ് ഈ ചിരി കാണാൻ എല്ലാരും പറയും. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സീനിൽ ആദ്യമായിട്ട് ചിരിച്ചപ്പോ
അന്നത്തെ കമന്റ് ബോക്സ് മൊത്തം അദ്ദേഹത്തിന്റെ ചിരിനെ പറ്റി മാത്രമായിരുന്നു. ഭയങ്കര അയ്യോ വിക്രമിന്റെ ചിരി ഇനിയും കൂടുതൽ ചിരിച്ചൂടെ, ഇങ്ങനെ ചിരിച്ചൂടെ, വേദിക്കൊന്ന് ചിരിപ്പിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ് ബോക്സിൽ ഫുൾ. സോ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ് ആളെ ഒന്ന് ലൈറ്റ് മൂഡിൽ കാണാൻ വേണ്ടിട്ട്, എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച്. അപ്പം ഇടയ്ക്ക് വിക്രത്തിന് തന്നെ തോന്നുന്നു എനിക്ക് ഇതിൽ നിന്നൊന്ന് ബ്രേക്ക് ആവണം, ഈ മസിൽ പിടുത്തം കുറച്ച് കൂടുന്നുണ്ടോ, ഒന്ന് ബ്രേക്ക് ആവണം തോന്നുന്നു? അങ്ങനെ തോന്നാറില്ല. ആ ക്യാരക്ടറിലൂടെ നമ്മൾ പോകുന്നത്, അതായത് ആ ക്യാരക്ടറിന് അതായത് ഇയാൾക്കൊരു ലേറ്റ് വേർഷൻ ഉണ്ട് ശരിക്കും. അത് പല സമയത്തും ഈ സീരിയലിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് ഇയാൾ എന്തോ ഒരു മുഖംമൂടി വെച്ചിട്ട് നടക്കുകയാണ്, ഇയാളുടെ ഉള്ളിൽ എന്തോ ഒരു അത് എവിടെയുണ്ട് നമുക്ക് അറിയാം. അതറിയാനാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഇത് എന്തിനാണ്, ഇതിന്റെ പിന്നിൽ എന്തായാലും ഹീറോ ആണല്ലോ, വേറെ എന്തെങ്കിലും ഒരു ഡ്രാമ കാണും. അതുണ്ട്. അപ്പൊ ഇയാളുടെ ഉള്ളിൽ ശരിക്കും വേറെ കുറെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ശരിക്കും ഇയാളെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അങ്ങ് പൊട്ടി വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറെ സാധനങ്ങൾ, അത് നമുക്കും ഇപ്പൊ കഥയുടെ കാര്യങ്ങൾ നമുക്കറിയാം, എന്തൊക്കെയാണ് അറിയാമോ, കുറച്ചൊക്കെ അറിയാം. ഇത് ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് ഏതാണ്ട്. അച്ഛൻ എന്താ അതിനകത്ത് തോന്നുന്നത്? മകൾ, അതായത് മരുമകൾ മകനെ നന്നാക്കി എടുക്കുമെന്നുള്ളൊരു വിശ്വാസം അച്ഛനുണ്ടോ? അച്ഛൻ ആക്ച്വലി എല്ലാരും ഇപ്പോ കുറച്ചെങ്കിലും എന്താ പറയാ ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടർ അച്ഛൻ്റെതാണ്. ബിക്കോസ് അച്ഛൻ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരെയും ഭയങ്കര. ഞാൻ കർക്കശക്കാരനായ ഒരു അച്ഛനൊന്നുമല്ല. എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് മക്കളും നന്നായി കാണാനാണ്. എന്റെ മക്കളെല്ലാം പഠിച്ചു പല വഴിക്ക് പോയി. ഇളയ മകനായിരുന്നു ആകെയുണ്ടായിരുന്ന പ്രതീക്ഷ വിക്രം, അവനും ഇങ്ങനെയായി. കല്യാണം കഴിഞ്ഞാൽ നല്ലതാവോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ. നല്ലതാവുന്നവരുമുണ്ട്, ആവാത്തവരുമുണ്ട്. വിക്രമിനെ നന്നാക്കാൻ വേദയ്ക്ക് കഴിയട്ടെ. വേദയ്ക്ക് എല്ലാവിധ ആശംസകളും. അതിന് ബൈച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളാണ്. ഭയങ്കര സ്നേഹമാണ്. ഇത് ആ സെറ്റിൽ നമുക്ക് ഏറ്റവും റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. അതായത് ഞാനിപ്പോ ഇതിൽ ചില സീനുകളൊക്കെ കാണുന്ന സമയത്ത് ഇതിലൊരു ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒരു ഇമോഷണൽ സീനുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് പുള്ളി ഇട്ടിട്ട് കരയുന്നൊരു സാധനമുണ്ട്. അയ്യോ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. അത് ആ സീൻ കണ്ടിട്ട് നമ്മൾ അഭിനയിക്കുന്ന സീരിയലാണെങ്കിൽ പോലും ഈ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ അതൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ ഒരു ആ ആർട്ടിസ്റ്റ് മാത്രം വെച്ച് ഷൂട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ കാണുന്നില്ല, നമ്മളും കാണുന്ന സ്ക്രീനിലാണ്. അപ്പൊ ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതാ, എല്ലാവർക്കും കുറച്ചെങ്കിലും ദേഷ്യം തോന്നുന്ന ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ കൂടെയാണ്. ബട്ട് സത്യം പറഞ്ഞ പുള്ളിക്ക് മോൻ നന്നാവണം. ആൻഡ് വേദേന്റെ ക്യാരക്ടറും മോനെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ലൈഫ് വേസ്റ്റ് ചെയ്യരുതെന്നേ ഉള്ളൂ. അത് ആ കുട്ടി അങ്ങനെ ജീവിതം കളയേണ്ടവളല്ല എന്ന് വിചാരിച്ചാണ് ഈ ആ ക്യാരക്ടറിന്റെ കൂടെയും ദേഷ്യം കാണിക്കുന്നത്. അത് നമ്മൾ ആ ഫുൾ പിക്ചർ കണ്ടാലേ അത് മനസ്സിലാവും. ബട്ട് ആളുടെ ഇന്ററാക്ഷൻ എപ്പോഴും എന്റെ കൂടെ ഭയങ്കര റൂഡായിട്ടാണ്. ബട്ട് ഈ കാരണം കൊണ്ടാണ്. അങ്ങനെയെങ്കിലും ആ കുട്ടി പോട്ടെ, അങ്ങനെയെങ്കിലും അവൾക്ക് നല്ല ഭാവിയുള്ള കുട്ടിയാണ്. സ്നേഹമുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോണത്. വിക്രം സെയിം വേ ആണ് ശരിക്കും. ഇത് വേദയുടെ ദേഷ്യമില്ല പുള്ളിക്ക്, പക്ഷെ എങ്ങനെയെങ്കിലും ലൈഫിൽ നിന്ന് എന്റെ ലൈഫോ കൊളമായി, ഇവളും എന്റെ ലൈഫിൽ വന്നിട്ട് ഇവളും കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും സെയിം സാധനം തന്നെയാണ് പുള്ളിയും ആലോചിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും ഞാൻ ഇവരുടെ ഒറിജിനൽ നെയിം യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ വേദയും വിക്രത്തിലൂടെ തന്നെ യാത്ര ചെയ്യുകയായിരുന്നു. ഇവരുടെ ഒറിജിനൽ നെയിമും നിങ്ങൾ എല്ലാവരും എപ്പോഴും വിളിക്കണത് വേതാളന്നേ വിളിക്കാറുള്ളൂ. വേദേനെ അങ്ങനെ തന്നെ വിളിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ഈ വേതാളത്തിന്റെ ഒറിജിനൽ നെയിം തന്നെ പറയാം, സുരഭിയും ഈ സുന്ദരൻ നമ്മുടെ ശ്രീകാന്തുമാണ്. ഓക്കെ, അപ്പൊ ഈ വേതാളം എന്നുള്ള പേരാണ് എല്ലാ പ്രേക്ഷകരും വിളിക്കേണ്ടത് സുരഭിനെ. ശരിക്കും സുരഭി അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പേര്? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം എവിടെ പോയാലും സീരിയൽ ഇറങ്ങിയ ശേഷം ഞാൻ ഏത് പബ്ലിക് സ്പോട്ടിൽ പോയാലും വേദാളം അതേ വിളിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ആ പേരിനോട് എനിക്കും അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങി. ഞാൻ റിയാക്ട് ചെയ്യും. എന്നെ ഇപ്പൊ ഞാൻ മോളിൽ നടക്കാണ്, ആരെങ്കിലും വേദാന്ന് വിളിച്ചാൽ ഞാൻ അപ്പൊ തിരിഞ്ഞു നോക്കും. ബിക്കോസ് എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റെ ഞാനായിട്ടല്ല അവര് കാണുന്നത്. വേദ എന്ന ക്യാരക്ടറും ആ കുട്ടീന്റെ ഓരോ ക്യൂട്ട്നെസ് അതൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്.
ഈ സീരിയലിൽ കുറച്ചു നാള് തുടങ്ങിയ സമയത്ത് നിങ്ങളായിരുന്നില്ല കാസ്റ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, വേറെ ഒരാളെ വെച്ചിട്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരഭി ഈ സീരിയലിലേക്ക് ഇതാവുകയും ചെയ്തത്. ഇതിന് ശേഷം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പവിത്രം തുടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം കേട്ട ഒരു വാർത്തയാണ് സുരഭി നിർത്തുകയാണ്, ഇനി വേറൊരാള് ഈ ഒരു വേദയായിട്ട് പുതിയതായിട്ട് വേറൊരാള് വരാൻ പോണെന്നൊക്കെ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞാല് സത്യം? ഒന്നുമില്ല ചേച്ചി, ഞാനും വായിച്ചു. ആണോ? ഞാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മളന്ന് ഷൂട്ട് ചെയ്യായിരുന്നു, അമ്പലത്തിലെ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കാണുന്നത്. അപ്പൊ പെട്ടെന്ന് അത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടോ, ബിക്കോസ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക നമുക്ക്. ബിക്കോസ് ഒന്ന് ഇഷ്ടപ്പെട്ട് വന്ന് തുടങ്ങിയപ്പോ അങ്ങനെ മാറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ഉണ്ടാക്കാൻ കുറെ ആളുകൾ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് അതൊരു ന്യൂസ് ആയിട്ട് മേ ബി അതിൽ വ്യൂവർഷിപ്പ് കിട്ടും എന്ന് പറഞ്ഞ് ചാനൽസ് ചെയ്തതായിരിക്കും. ആവണം, ബിക്കോസ് അതിലൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് അവർക്ക് അറിയാം, അത് ഇടുന്നവർക്കേ അറിയാം അത് ഫേക്ക് ന്യൂസ് ആണെന്ന്. കാരണം അങ്ങനെ ഒരു സീരിയലിന്റെ ഇൻഹൗസിൽ കളിക്കുന്ന ഒരു പ്ലേ ആണോ? അല്ല. നമുക്ക് അങ്ങനെ ഒരു നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലില്ല. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണുണ്ടായിട്ടുണ്ടോ? ഇല്ല ചേച്ചി, അത് ബേസിക്കലി എന്തെന്ന് വെച്ചാല് ഇപ്പം ഒരു അങ്ങനെ പോപ്പുലാരിറ്റി വരുമ്പോ അത് ആ പോപ്പുലാരിറ്റി ഡിം ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ അതോ? അതായത് അതിന്റെ അടിയിൽ കുറെ കമന്റുകളൊക്കെ അന്ന് നമ്മൾ കണ്ടു, ഇനി ഞങ്ങൾ ആരും ഈ സീരിയൽ കാണില്ല, വേദയെ മാറ്റി ഞങ്ങൾ ഈ സീരിയൽ കാണില്ല. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ കമന്റ് ബോക്സ് ഫുള്ള് പോസിറ്റീവായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും തോന്നിയൊരു തമാശയായിരിക്കാം, നമ്മളത് തമാശയായിട്ട് തന്നെ വിട്ടു. നിങ്ങളത് ആരാണ് അത് ആ പോസ്റ്റ് എഴുതിയത് ഒന്നും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല? ബോധേടല്ല? ഇല്ല, ബിക്കോസ് ഞങ്ങൾക്ക് എന്താന്നറിയില്ല, ഞങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് തോന്നി. ഇത് ആരാണ് സുരഭിക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് അറിയാമോ? ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആളെ കണക്ട് ചെയ്ത് തരാം. ഒരു പാവം പയ്യനാണ്, അതുൽ എന്നാണ് പേര് അവന്റെ. അവൻ എന്തിനാണ് ഇങ്ങനെ ഇട്ടതെന്നുള്ളത് സുരഭി വേണം നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ ആളെ കണക്ട് ചെയ്ത് തരാം. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാമോ? ആണോ? ഞങ്ങൾ കണ്ടുപിടിച്ചു ആരാന്ന്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയല്ലോ. അതെ, ചോദിച്ചോ അപ്പൊ നേരിട്ട്. പക്ഷെ വളരെ പാവം പയ്യനാട്ടോ, സംസാരിക്കുമ്പോ വളരെ ഹലോ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ അവൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എന്തിനാ? അവന് സുരഭിനെ അറിയ പോലും ഇല്ല. ഞങ്ങൾ ചോദിച്ചു, സുരഭിനെ അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ എന്തിനാ അവരെങ്ങനെ എഴുതണേ ചോദിച്ചു നോക്ക കൈയോടെ. ഇതിപ്പോ ഫോൺ എടുക്കണില്ലല്ലോ. ഹലോ ഹലോ, അതുൽ അതുലല്ലേ? ഓക്കെ അതുൽ, ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുക്കാം. ഓക്കെ അല്ല എന്നാലും ചോദിക്കണല്ലോ സത്യം എന്താണ്. ഹലോ, അതുൽ, ഞാൻ സുരഭിയാണ്, പവിത്രത്തില് വേദ എന്ന ക്യാരക്ടർ ചെയ്യുന്ന സുരഭി. അപ്പൊ ഞാനൊരു കാര്യം കേട്ടു, ഇങ്ങനെ ഞാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടാക്കിയത് അതുലാണെന്ന്. ഓക്കെ, നോ പ്രോബ്ലം. അല്ല വൈകിട്ട് സുഹൃത്തിന് എവിടുന്നാ അങ്ങനെ ന്യൂസ് കിട്ടിയാ ഞാൻ പോകുന്നു? ആണോ? ഞാൻ പോകുന്നില്ല. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അതുലിന്റെ അടുത്ത്. കൊറേ പേർക്ക് വിഷമമായി അതുലിന്റെ വീഡിയോ കണ്ടിട്ട്. നോ പ്രോബ്ലം. എന്തായാലും സംസാരിച്ചു, ഇങ്ങനെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഇട്ടതാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ആണോ? അടുത്ത പ്രാവശ്യം എങ്ങനെ പറയുമ്പോഴേ നമ്മൾക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ചേച്ചി ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ശരിയാണോ എന്ന്. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് ഇടണം. ബിക്കോസ് അതുൽ ഇടുന്നത് നമ്മൾ പോട്ടെ, ബട്ട് കുറെ ഓഡിയൻസിന് വിഷമം വരുന്നു. ഓക്കെ ശരി എന്നാ. ഓക്കെ, ഹാപ്പി വിഷു. പ്രശ്നം സോൾവ് ആയോടെ പെട്ടെന്ന്. അല്ല എന്തിനല്ല ഇപ്പൊ കണ്ടോ സംസാരിക്കണേ, ഞങ്ങള് സംസാരിക്കണേ. അല്ല അതാ പറഞ്ഞ, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു തമാശ, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ചിലപ്പോ അവര് സീരിയൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അവർക്ക് എന്താണെന്നൊന്നും അറിയില്ല, വെറുതെ കണ്ടുപോയി ഇവിടെ. അത് ഈ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു പാട്ട്
പോപ്പുലർ ആവുമ്പോ അതിൽ റീൽസ് ഇട്ടാ വ്യൂസ് കിട്ടും. അതെ, അപ്പൊ എന്താണോ പോപ്പുലർ ആയിട്ട് പോകുന്ന ഒരു കാര്യം കാര്യം അത് സംബന്ധിച്ച് എന്തെങ്കിലും നമ്മള് വീഡിയോസ് ഇട്ടാൽ അതിന് ഓട്ടോമാറ്റിക്കലി വ്യൂസ് അത്രേ ഉള്ളൂ. നമ്മളത് അന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ബിക്കോസ് ഒത്തിരി പേര് ഇങ്ങനെ ചേച്ചി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ആ പോസ്റ്റിൽ എഴുതി ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ പോവുള്ളൂ. അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോഴൊക്കെ 5, 6, 7 ഇയേഴ്സ് ഒക്കെ പോകുന്ന സീരിയൽ ആയിരിക്കും നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് വിടേണ്ടി വരും. പേഴ്സണൽ റീസൺസ് വരാം. ബട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ടച്ച് വുഡ് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ സീരിയലിനകത്ത് പക്ഷെ വിക്രത്തിന് വേറൊരു നായികയും കൂടി ഉണ്ടല്ലോ, രാധ. ശരിക്കും രാധയോട് വിക്രത്തിന് സ്നേഹമാണോ അതൊരു കുഞ്ഞ് അനുജത്തിയോടുള്ള ഒരു സ്നേഹമാണോ? അത് പറയുന്നുണ്ട്, കൂടപ്പിറപ്പിനോടുള്ള സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അതായത് കൈ പിടിച്ച് നടന്ന കുട്ടിയാണ്, ഇത് കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറയുന്നു. വിക്രം, ആ നിന്റെ പുറകെ ഇങ്ങനെ സ്നേഹിച്ച് നടന്ന് എന്റെ മൂക്കില് പല്ല് വരുന്ന എനിക്ക് തോന്നുന്നു. ഏതോ ഒരുത്തെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ നീ എന്റെ ആത്മാർത്ഥ സ്നേഹം മറന്നു അല്ലേ? ആ എന്നെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും, നോക്കിക്കോ കേട്ടോ. സഹോദരി സ്നേഹം അതൊന്നും അല്ല, ആൾക്കില്ല. ആൾക്ക് ഫുൾ ഓൺ പ്രേമമാണ്. രാധയുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഈ വിക്രം വേദ ഒന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവര് രാധേനെ ഭയങ്കരമായിട്ട് പറയും, ഇവൾക്ക് എന്തിന്റെ കേടാ, ഇവള് ഭയങ്കര സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവള് പറയടാ എനിക്ക് വിഷമമാണോടാ എന്നെ ഇങ്ങനെ കമന്റ്. ഞാൻ പറഞ്ഞു നീ ആ ക്യാരക്ടർ ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടാണ് ആളുകൾക്ക് ആ ക്യാരക്ടറിനോട് ദേഷ്യം. മനസ്സിലായോ? ആൻഡ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ദർശൻ എന്ന് പറഞ്ഞിട്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചത് ദർശന്റെ കൂടെയാണ്. അത് മുടങ്ങിയാണ് നിങ്ങൾ തമ്മിൽ തന്നെ. സോ കുറെ കമന്റ്സ് ഉണ്ട്, ആ രാധയെ പിടിച്ച് ദർശനം കൊടുക്കും, അവര് സ്വസ്ഥായിട്ട് അങ്ങ് ജീവിക്കട്ടെ, ഇവരെ ഒന്ന് അവള് വിട്ടു പോണം ഇവര് രണ്ടുപേരുടെ ഇടന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഓക്കെ. പിന്നെ പവിത്രത്തിന്റെ മറ്റൊരു തോന്നിയിരിക്കുന്നത്, സാധാരണ സീരിയലില് അമ്മായിമ്മ മരുമോൾ പോര് നമ്മൾ എപ്പോഴും അതൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന കുറെ ക്ലീശ സാധനങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും പവിത്രത്തിന് പ്രത്യേകത, അതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മയ്ക്ക്, അതായത് അമ്മായിമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം. അത് ഇപ്പൊ ചിത്ര ചേച്ചി പാടി ഈ പാട്ടിലൂടെ തന്നെയും കാണിക്കുന്നുണ്ട്. അനില ചേച്ചി അമ്മ ആയിട്ട് പ്ലേ ചെയ്യുന്ന ആള്, അനില ചേച്ചി മോളുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം, എന്റെ മോനെ നന്നാക്കാനായിട്ട് അവിടെ വീട്ടിലാകെ വേദയോട് ഇത്തിരി സ്നേഹത്തോടെ നിൽക്കുന്നതും വേദയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ഒരു കംഫർട്ട് സോൺ. ഏട്ടത്തിയമ്മയും അതെ. എന്നാലും അമ്മയുടെ പെട്ടെന്ന് ഭയങ്കര അമ്മ സ്നേഹം കിട്ടുക. ഭയങ്കര ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു അമ്മായിയമ്മ ആയിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ചെറിയൊരു സ്പോയിലർ ആണ്, പക്ഷെ ഒരു സീനിൽ ഇങ്ങനെ അമ്മായിയമ്മ ചോദിക്കും, ഞാൻ ഒരുങ്ങിയിട്ട് പുറത്തു പോവാ. മോള് പുറത്തു പോവാണോ? ശരി, ഭക്ഷണം കഴിച്ചിട്ട് പോവാണോ? അപ്പോ വേറെ എൻ്റെ ചേട്ടത്തി വന്നിട്ട് പറയും, എവിടെ പോണെന്ന് ചോദിക്കുന്നില്ലേ അമ്മേ? അപ്പൊ പുള്ളിക്കാരത്തി ആളത്, നിന്റെ അടുത്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ നീ എവിടെ പോണെന്ന്? ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ഇവളുടെ അടുത്തും ചോദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അമ്മായിയമ്മയാണ്. ഞാൻ അവരൊക്കെ വളർന്നു, അവരൊക്കെ ജീവിച്ചു പോട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള അമ്മായിയമ്മയാണ്. ഗിരീഷേട്ടൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര വിമൻ ക്യാരക്ടേഴ്സ് ഭയങ്കര പവറാ. മനസ്സിലാക്കി എഴുതുന്ന ഒരാളാ. സ്ത്രീകളുടെ ക്യാരക്ടർ ഭയങ്കര പവറാ. സോ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനും മാരീഡ് ആണ്, എന്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട്സ് ആണ്. എന്റെ അമ്മായിയമ്മ ഭയങ്കര കൂളാണ്. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കളിയാക്കും. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും പുള്ളിക്കാരത്തേക്ക് സന്തോഷമാണ്. അല്ലാതെ ഇങ്ങനെ കുശുമ്പ് പിടിച്ച് ഇങ്ങനെ മൂലക്കിരുന്നു അവര് വെളിയിൽ പോണു, അവര് സിനിമ കാണാൻ പോണു, അങ്ങനെ അല്ല. സോ അങ്ങനത്തെയും അമ്മായിയമ്മമാരുണ്ട്, ഇങ്ങനത്തെയും ഉണ്ടെന്ന് അറിയാം നമുക്ക്. ബട്ട് ഇങ്ങനത്തെയും നല്ല അമ്മായിയമ്മമാരും ഉണ്ട്. സോ അവരെയും കാണിക്കണ്ടേ നമ്മുടെ സ്ക്രീനിൽ. അപ്പൊ എല്ലാ അർത്ഥത്തിലും പവിത്രത്തില് വേദയ്ക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമ്മായിമ്മ ആയിക്കോട്ടെ, വേദയുടെ തന്നെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ സുരഭിക്ക് സ്വന്തം ജീവിതത്തില് പല പല കാര്യങ്ങളായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. ആ സീരിയലിലും അങ്ങനെയാണ്. നമ്മള് ചിലപ്പോഴൊക്കെ പണി കൊടുത്തിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ക്യാരക്ടറാണ് നമ്മള്. ആ ബോണ്ടാണ്, അത് കാണാനും ഒരു സുഖമാണ്. അതെ, ശരിക്കും
വേറൊരു ഡിഫറൻസ് ആണല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യണത് തന്നെ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇതിനകത്ത് ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എവിടുന്നൊക്കെയോ ആൾക്കാർക്ക് എവിടുന്ന കിട്ടുന്നതെന്ന് അറിയില്ല, സുരഭിയുടെ ഒറിജിനൽ ലൈഫിലെ കല്യാണത്തിന്റെ വീഡിയോ ഉടനെ എടുത്തിട്ട് അതെടുത്ത് വൈറലാക്കുക. ഈ സീരിയൽ ഭയങ്കര വൈറലായപ്പോഴത്തേക്ക് അതൊക്കെ എടുത്തോണ്ട് ആൾക്കാർ വരിക, അത് ഇടുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതൊക്കെ കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. അതിലൊരു ഒരു റീലുണ്ട്, അതിനെന്തോ 6 മില്യണോ 7 മില്യൺ ഞാൻ കരയുന്ന റീലും. ആണോ? കല്യാണത്തിന് കഴിഞ്ഞിട്ട് പോകുമ്പോ? ഇല്ല, ഞാൻ കല്യാണം മണ്ഡപത്തിൽ വെച്ച് കരയുന്ന ഒരു സീനുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. എല്ലാരും കണ്ടു. എല്ലാരും കണ്ടിട്ട് എനിക്ക് അയച്ചിരുന്ന ക്ലിപ്പ് അതാണ്. എന്തിനാ കരയുന്നത്? ആക്ച്വലി ഞാൻ കാല് തൊട്ട്, നമ്മള് ദക്ഷിണ കൊടുത്ത് കാല് തൊട്ട് തൊഴുവല്ലോ. എന്റെ ജീവിതത്തില് എന്റെ ചേട്ടൻ എപ്പോഴും പറയുന്നേ, നീ എപ്പ കെട്ടിപ്പോവും, നീ ഒന്ന് അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ചേട്ടൻ അവിടെ വെച്ച് കരഞ്ഞു. ഞാൻ ദക്ഷിണ കൊടുത്ത കാല്, എന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ കൂളായിരുന്നു, എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ചേട്ടൻ കരയണ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് വിഷമം വന്നു. അങ്ങനെ കരഞ്ഞതാണ്. പക്ഷെ ആ ക്ലിപ്പാണ് ഏറ്റവും വൈറലായത്. ഞാൻ പറഞ്ഞു, ഞാൻ കരയുന്നത് ഇത്രയും സുഖമാണ് കാണാൻ, ഇത്രയും വ്യൂസ് ഉണ്ട്, വേറെ എന്തൊക്കെ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അയച്ചു തന്നെ ആളുകള്. ഓക്കെ. ആരെങ്കിലും സുരഭിനെ കണ്ടിട്ട് സുരഭിനെ കാണാൻ ഉർവശി ചേച്ചിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉർവശി ചേച്ചിന്റെ മോളെ പോലെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാറ്റയുടെ ചായ ഉണ്ട് നന്നായിട്ട്. ഈ ചിഹ്ന ഇങ്ങനെ ഇരിക്കണ ഒരു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ ചില കോമഡി സീനൊക്കെ കാണുമ്പോ പറയും, ഉർവശി ചേച്ചി പണ്ട് കോമഡി അഭിനയിക്കല്ലോ, അപ്പൊ നമ്മളുടെ സീൻസ് ഒക്കെ കാണുമ്പോ ചിലപ്പോ പറയും ഉർവശി ചേച്ചിന്റെ. എനിക്കപ്പോ എപ്പോഴും തോന്നിയത് ആക്ടിങ്ങിലാണ് ഉർവശി ചേച്ചിയായിട്ട്. എനിക്ക് ഫേസിലല്ല, എനിക്ക് കുഞ്ഞാറ്റയുടെ ചായ തോന്നിയിരിക്കുന്നത്. പക്ഷെ ആക്ടിങ്ങില് ഈ ചില സീക്വൻസുകൾ കാണുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു, സുരഭി എപ്പോഴെങ്കിലും ഉർവശി ചേച്ചിയാണോ ഫേവറേറ്റ് ആക്ടർ? അപ്പൊ അത് കണ്ടിട്ട് ചേച്ചിന്റെ നമ്മളറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ചെയ്ത് നമ്മൾ അതെ അതുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് വരെ ചിലപ്പോ തോന്നിപ്പോയി. ഇല്ല, അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ ആ ഫേസിന്റെ സാമ്യം അതായത് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസസ്, ബിക്കോസ് കോമഡി ആയാലും സീരിയസ് ആയാലും, പിന്നെ ഉർവശി ചേച്ചി ഇപ്പൊ മെച്ചോർഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ തോന്നിയ അതും എന്ത് ഭംഗിയായിട്ടാ ചേച്ചി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് തന്നെയാണ് ഉർവശി ചേച്ചി. ഇനി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും അഡ്വക്കേറ്റ്സ് വളരെ ബോൾഡാണ്, പെണ്ണുങ്ങൾ സ്ത്രീകളാണെങ്കിൽ പോലും. എന്നിട്ട് അവരൊരു സെക്കൻഡ് പേഴ്സണെ മീറ്റ് ചെയ്യുക, പരിചയപ്പെടുക എന്ന് പറയുമ്പോഴും അവർ എത്ര നല്ലൊരാളുടെ അടുത്താണെങ്കിലും നമ്മൾ മൊത്തത്തിലൊന്ന് അടിമുടി ഒന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ്സ് അവരുടെ വേറൊരു രീതിയിലായിരിക്കും അവരുടെ ജഡ്ജ്മെന്റ്. അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും അല്ലെങ്കിലും സുരഭിയുടെ ഉള്ളിന്റെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് കണ്ടപ്പോഴേ എന്നാണ് ജഡ്ജ് ചെയ്തത്? സത്യം പറഞ്ഞ ഞാൻ നമ്മള് ഓഡിഷൻ പോലെ ചെയ്തു. കേട്ടോളൂ ഇതൊന്നും ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ സെറ്റിൽ ഷൂട്ട് അല്ലാത്ത സമയത്ത് ഷൂട്ടേ ഉള്ളൂ, സംസാരിക്കല് കുറവാ അല്ലേ? നമ്മള് സംസാരിക്കുകയാണെങ്കിൽ സീനിനെ പറ്റി. ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്, പക്ഷെ നമ്മളിങ്ങനെ കൊറേ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും, ഒന്നാമത്തെ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാവും. എന്നപ്പോ കേട്ടോളൂ എന്തൊക്കെയായിരുന്നു മനസ്സിൽ വിചാരിച്ചതെന്ന്. ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഓഡിഷൻ പോലെ ചെയ്തു. അപ്പൊ മൂന്ന് പെയർസ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഓഡിഷനെ കാട്ടി മെയിൽ ക്യാരക്ടറിന്റെ ഓഡിഷൻ ആയിരുന്നു. അതായത് പെയറിന് വേണ്ടിട്ടായിരുന്നു. ഞാൻ കൂടാണ്ട് വേറെ 2 ആക്ടേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് 3 ആക്ടേഴ്സ്, ഞാൻ സെയിം 3 ആക്ടേഴ്സിന്റെ കൂടെ ഞാൻ ഒരേ സീൻ തന്നെ 3 പേരുടെ കൂടെ അഭിനയിച്ചു. അപ്പോ ഫസ്റ്റ് വേറെ ആക്ടർ ആയിരുന്നു. പിന്നെ പറയാൻ പറ്റുമോ ആരാന്ന്? അപ്പൊ പിന്നെ അവരിപ്പോ വേറെ ആക്ടേഴ്സ് ആണോ? ആണ്, അവര് ചെയ്യുന്നതാണ്, പോപ്പുലർ ആക്ടേഴ്സ് ആണ്. അപ്പോ പിന്നെ ഞാൻ മിഡില് ശ്രീകാന്തിന്റെ കൂടെയും ലാസ്റ്റ് വേറെ ഒരു ആക്ടറിന്റെ കൂടെ. എന്നിട്ട് ഞാൻ അമ്മേന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ആ ഉച്ചയ്ക്ക് ഞാൻ അഭിനയിച്ചില്ലേ, പാവം പയ്യനാ അമ്മ, പാവം പയ്യനാ. എന്നിട്ട് ആ ഏറ്റവും എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ആപ്റ്റായിട്ട് ഈ ക്യാരക്ടറിന് അദ്ദേഹമാണ്. അപ്പം ശ്രീകാന്ത് വെറുതെ പറയാണോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞു, അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ കിട്ടും, മോൻ നന്നായി ചെയ്തു, സുരഭിക്ക് മോൻ ചെയ്തതാ ഇഷ്ടപ്പെട്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് ആപ്റ്റായിട്ട് തോന്നിയത്, ബിക്കോസ് ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര
റൗഡി തന്നെ ഉള്ള ക്യാരക്ടർ ആണെങ്കിലും ഒരു Innocence സോഫ്റ്റ് സൈഡ് ഉണ്ട്. ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ലുക്കും ആയിരിക്കണം, അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന ഒരാളും ആയിരിക്കണം. അപ്പം എനിക്ക് ആപ്റ്റായിട്ട് അപ്പൊ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു നമ്മള് ഫൈനലൈസ് ചെയ്തത് ചാനൽ ആണ് ഫൈനൽ ഡിസിഷൻ ശ്രീകാന്ത്. ചാനലും നമ്മുടെ പേരാണ്. ആൻഡ് എനിക്ക് എപ്പോഴും തോന്നുന്ന മീൻസ് ക്യാരക്ടർ വൈസ് അദ്ദേഹം ഭയങ്കര പാവമാണ്. സെറ്റിൽ എല്ലാവരുടെയും കൂടെ സംസാരിക്കാൻ എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. ആള് കേട്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വയ്യ വിഷു ആയിക്കോട്ടെ സെറ്റിൽ കുറെ ലേഡീസ് ഉണ്ടല്ലോ, എല്ലാ ലേഡീസിനും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ അങ്ങനെയല്ല കംഫർട്ടബിൾ ആയിട്ട്. അപ്പൊ നമ്മുടെ ഡയറക്ടർ സുന്ദേട്ടൻ പറയും ശ്രീകാന്ത് അല്ല സ്ത്രീകാന്ത് ആണ്, അങ്ങനെ കളിയാക്കി വിളിക്കും സ്ത്രീകാന്ത്. ബട്ട് അദ്ദേഹം നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അത് ഒരു ആണിനെ കുറിച്ച് ഇങ്ങനെ ഒരു ലേഡി കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു സർട്ടിഫൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രെഡിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പൊ ഞങ്ങളുടെ റൊമാൻസ് സീനുകളൊക്കെ ഉണ്ടാവും, കോമഡി. അപ്പൊ ഞങ്ങൾ ഭയങ്കര, അതായത് മറ്റേ ഇപ്പൊ ഇതില് ചില പാട്ടിന്റെ സീക്വൻസ് കണ്ണിലേക്ക് നോക്കുന്ന കട്ട് പറഞ്ഞ അപ്പൊ ചിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ. സത്യം നമുക്ക് പറ്റൂല. നമുക്ക് ഈ പാട്ട് ഇപ്പൊ ഈ പാട്ട് കേട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെയൊക്കെ അഭിനയിച്ചല്ലേ. പക്ഷേ ഈ സീരിയലിനകത്ത് വിക്രത്തിന് വേദയുടെ കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ് വിക്രത്തിന് കണ്ണുകളിലേക്ക് നോക്കുമ്പോ തന്നെ അങ്ങ് മാറ്റാൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും റൊമാൻസ് കാണിക്കുന്ന ഡ്രീംസിലായിട്ടാണ്. നമുക്ക് ഇവിടെ കാണിക്കാം. ഇവിടെ ഉണ്ട് ഒരു ക്യാമറ, ഒന്ന് കണ്ണിലേക്ക് നോക്കിക്കാൻ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ഒന്ന് എടുക്കട്ടെ. സ്നേഹത്തോടെ വിക്രം വേദനെ സ്നേഹത്തോടെ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ നോക്കട്ടല്ലോ, എനിക്ക് എപ്പോഴും സ്നേഹം തന്നെ. അതെ, പാട്ടില്ലേ ഏതോ ഒരു മഴ നൂലിൽ. അതെ, വരട്ടെ. ഏതോ ഒരു മഴ നൂലിൽ കനവുകൾ നീയും കാലം പോലെ നിമിനേരമെന്നിൽ മതി. ഞങ്ങളുടെ ഡയറക്ടറൊക്കെ സുല്ലേട്ടൻ പിന്നെ അറിയാം, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യും, ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. സുല്ലേട്ടൻ ഈ ഭയങ്കര റൊമാൻറ്റിക് സീക്വൻസുകൾ, അതുപോലെ ഫൈറ്റ് സീൻ, അതേപോലെ ഭയങ്കര ഇമോഷണൽ സീനുകൾ, ഇതൊക്കെ എടുക്കാൻ പുള്ളി അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ പുള്ളി അതിന് ഇതിൽ അങ്ങനത്തെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ അറിയാം. അങ്ങനത്തെ ഒരു അതിന്റെ ഒരു പ്രൊമോ വന്നാൽ തന്നെ ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ അഭിനയിച്ച നമ്മുടെ ഈ സംഭവം റീൽസ് വൈറലാവട്ടെ, അപ്പൊ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ സീരിയലിനോട് പ്രേമിച്ചു തുടങ്ങി പവിത്രം കാണാനായിട്ട് ആൾക്കാർ ട്വിസ്റ്റ് ആയോ, വേദവും വിക്രം തമ്മിൽ ഇഷ്ടത്തിലായോ എന്ന് കുറെ പേര് പറയാറുണ്ട്. നമുക്ക് എപ്പോഴും മെസ്സേജ് വരും, നിങ്ങൾ ഓഫ് സ്ക്രീൻ റീൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്. രണ്ടുപേരും ഷൈ ആണ്, ചെയ്യാറില്ല. അപ്പൊ നമുക്ക് ചെയ്യാറുമില്ല. നമ്മള് ഷൈ ടൈപ്പാണ്, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം നമ്മളിങ്ങനെ പറയും, എല്ലാരും പറയണു റീൽസ് ഇടാനോ, റീൽസ് ഇടാം എന്ന് പറയുള്ളൂ. ഇപ്പോഴും നമുക്ക് മറ്റേ പിന്നെ നമ്മുടെ സീരിയലിൽ കുറെ ഈ ഫാൻ പേജസ് കുറെ ഉണ്ട്. അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാ. എന്ത് ഉണ്ടെങ്കിലും അത് അവര് മാക്സിമം നമ്മുടെ അടുത്ത് അത് പറയും, അഭിപ്രായങ്ങൾ പറയും. ചേട്ടാ ഇങ്ങനെ പ്രശ്നം, ഒരു എപ്പിസോഡിന്റെ ഫീഡ്ബാക്ക് തരും. ചേച്ചി ഇന്ന് അടിപൊളിയായിരുന്നു, ഇന്ന് നമുക്ക് സങ്കടം തോന്നി, ഇന്ന് സന്തോഷം തോന്നി, അങ്ങനെ പറയും. പിന്നെ എൻ്റെ അടുത്ത് വിമർശനാത്മകമായിട്ടും പറയാറുണ്ട്, ചേട്ടാ ഈ സാധനം ഇങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ തോന്നുന്നുണ്ട്, അപ്പൊ അതിങ്ങനെ നമ്മൾ അതും പോസിറ്റീവായിട്ട് എടുക്കും. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ പറയണം. അതാണ് നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. നമ്മളുടെ ക്യാരക്ടർ അനുസരിച്ച് ഗിഫ്റ്റ് അയക്കാറുണ്ട്. നമ്മളുടെ വാർഡ്രോബ് നോക്കിയിട്ട് അതിന് ചേരുന്ന ചേച്ചി അടുത്ത എപ്പിസോഡിൽ എപ്പോഴെങ്കിലും ഇടണേന്ന് പറഞ്ഞ് എനിക്ക് സൽവാർസ് അയക്കാറുണ്ട്, വിക്രത്തിന് ഷർട്ട് ഇട്ടിട്ടുണ്ട്, അങ്ങനെ വാച്ച് നമുക്ക് അങ്ങനെയൊക്കെ കിട്ടണ്ടല്ലേ ഒക്കെ. ഓക്കെ, ഇനി സുരഭിയുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പവിത്രം കണ്ടിട്ടുണ്ടോ? ആണോ? എല്ലാ എപ്പിസോഡ്സും കാണും. ഇങ്ങനെ അല്ലേ പ്രണവ് ഹോട്ട്സ്റ്റാറിലിരുന്ന് ബിഞ്ച് വാച്ച് ചെയ്യും. അദ്ദേഹം ആർട്ടിസ്റ്റാണ്, ട്രാവൽ ചെയ്യും. അപ്പൊ മിസ്സാവുന്ന എപ്പിസോഡൊക്കെ ഓരോ ആഴ്ച 5 എപ്പിസോഡൊക്കെ ഒരുമിച്ചിരുന്ന് കാണും. ഓക്കെ, എന്നിട്ട് എന്താ കമന്റ് ചെയ്യാറുള്ളത്? ഇഷ്ടമാണ്. അപ്പം
ഞാൻ ആക്ച്വലി ഇതുപോലെ എന്തെങ്കിലും ഇതുപോലത്തെ റൗഡിത്തരം പ്രണവ് കാണിച്ചിട്ടുണ്ടോ? പ്രണവിന്റെ അടുത്തും വേദ ഇതേപോലെ ഞാൻ ആക്ച്വലി സ്ട്രിക്റ്റ് ആണ്, വീട്ടില് സ്ട്രിക്റ്റ് ആണ്. ഞാനിങ്ങനെ പറയും ഈ കുട്ടീനെ കണ്ടുപിടിച്ചു മനസ്സിലായി.